friends, welcome to Bakes and Treats. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പനീർ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പനീർ തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടത് 1 കപ്പ് പനീർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കസ്തൂരി മേത്തി, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1/2 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം തന്നെ നമുക്ക് പനീർ മാരിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അപ്പം കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചില്ലി സോസ് വേണമെങ്കിൽ ഇതിനകത്ത് ചേർക്കാം. ഞാനിപ്പം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, ഒരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ചേർക്കുന്നത് 1 നുള്ള് ഗരം മസാല. അപ്പോൾ ഗരം മസാല എന്ന് പറഞ്ഞാൽ ഞാനിതിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം, കറുവാപ്പട്ട എല്ലാം ചേർത്ത് പൊടിച്ചെടുത്തതാണ്. അത് ഒരു നുള്ള്. പിന്നെ വേണ്ടത് 1 നുള്ള് പെപ്പർ പൗഡർ. പിന്നെ വേണ്ടത് നമുക്ക് 1/2 ടീസ്പൂൺ സോയാ സോസാണ്, ഡാർക്ക് സോയാ സോസ് 1/2 ടീസ്പൂൺ. കോൺഫ്ലോർ 1 ടീസ്പൂൺ. ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പനീർ പതുക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മൊത്തത്തിൽ മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പനീർ ഇവിടെ നന്നായിട്ട് നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസുമായിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. കസ്തൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവായില ഉണങ്ങിയതാണ്. അപ്പം ഇവിടെ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഫ്ലേവർ വളരെ ഇഷ്ടമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇഷ്ടമായതുകൊണ്ട് ഞാനൊരല്പം കസ്തൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ 2 കപ്പ് അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നേരത്തെ തന്നെ ഒരു 1/4 വേവ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അരി വേവിച്ചത് 2 കപ്പ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇടാൻ പറ്റുന്ന വെജിറ്റബിൾസ് എല്ലാം നമുക്കിടാം. കാരണം കുട്ടികൾക്ക് ആകുമ്പോൾ നമ്മൾ മാക്സിമം വെജിറ്റബിൾസ് ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനെങ്ങനെയാണ് സാധാരണ ചെയ്യുക? ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് 1 കപ്പ്, ക്യാബേജ് 1 കപ്പ്, ക്യാപ്സിക്കം 1 കപ്പ്, പിന്നെ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് 1 കപ്പ്. എൻ്റെ കയ്യിൽ ബീൻസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, വീട്ടിൽ എനിക്ക് അല്പം കൃഷിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പയറാണ് എടുത്തിരിക്കുന്നത്. ബ്രോഡ് ബീൻസാണ് ചെറുതായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ച് എടുത്തിരിക്കുന്നത്. പിന്നെ അലങ്കരിക്കാൻ നമുക്ക് അല്പം മല്ലിയിലയും അതിൽ ചേർക്കാനായിട്ടുള്ള പെപ്പർ പൗഡർ, പിന്നെ അല്പം സോയാ സോസും, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളുത്തുള്ളി. ഇത്രയുമാണ് നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ അതിൽ അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കൊടുത്തിട്ട് സൺഫ്ലവർ ഓയിലിൻ്റെ കാര്യം വിട്ടുപോയി. നമുക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ പാൻ ചൂടായി കഴിഞ്ഞ ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സോസ് പനീറിൻ്റെ എല്ലാ വശവും നമ്മൾ ചെയ്ത് പനീർ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പാനിലേക്ക് തന്നെ ഒരു അല്പം സൺഫ്ലവർ ഓയിൽ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
സൺഫ്ലവർ ഓയിലിന് പകരം ഗീ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഗീ ഒക്കെ ഇഷ്ടമുള്ള പിള്ളേർക്കാണെങ്കിൽ നമ്മൾ ഗീ തന്നെ യൂസ് ചെയ്താൽ മതിയാവും. ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഗാർലിക്ക് ഇട്ട് കൊടുക്കാം. ഗാർലിക്കിൻ്റെ പച്ചമണമൊക്കെ മാറി ഗാർലിക്ക് ഇപ്പം നല്ല ഫ്രൈ ആകാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ടിട്ട് സോട്ട് ചെയ്യാം. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ക്യാബേജ് കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായി ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു അല്പം ഉപ്പും അല്പം പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് പെപ്പർ പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മളൊരു 1/2 ടീസ്പൂൺ സോയാ സോസ് കൂടി ഇതിനകത്ത് ചേർക്കും. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ വെളുത്തുള്ളിയുടെയും സോയാ സോസിൻ്റെയും എല്ലാം നമ്മൾ നന്നായിട്ട് മിക്സപ്പ് ചെയ്ത മണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ല മിക്സപ്പായി നല്ല സോൾട്ടായി എല്ലാ സ്പൈസസുമായിട്ട് മിക്സപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് പതുക്കെ ഇട്ട് കൊടുക്കാം. ചോറ് ഞാൻ ഉപ്പും അല്പം നാരങ്ങാനീരും ചേർത്താണ് വേവിച്ചത്. നല്ല ആറിയ ശേഷം മാത്രം ചോറ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. കുറേശ്ശെയായിട്ട് നമുക്ക് മിക്സപ്പ് ചെയ്തെടുക്കാം. ഞാൻ വെജിറ്റബിൾസ് എല്ലാം ചോറുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പുണ്ടോ എന്നൊന്നും എല്ലാവരും നോക്കുക. അപ്പോൾ ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പാകത്തിന് ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ പനീർ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.